ഓം ശാന്തി 25/12/2024 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും ശ്രീമതം അനുസരിച്ച് നടക്കുക. ഇത് തന്നെയാണ് ഏറ്റവും ഉയർന്ന ചാർട്ട്. ഏതു കുട്ടികൾക്കാണോ ശ്രീമതത്തോട് ബഹുമാനമുള്ളത് അവർ മുരളി തീർച്ചയായും പഠിക്കും. ചോദ്യം: നിങ്ങൾ ഈശ്വരന്റെ കുട്ടികളോട് ഏത് ചോദ്യമാണ് ആർക്കും ചോദിക്കാൻ കഴിയാത്തത്? ഉത്തരം: അതായത് നിങ്ങൾക്ക് സുഖമാണോ എന്ന് നിങ്ങൾ കുട്ടികളോട് ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് സദാ സുഖമാണ്. അങ്ങ് ദൂരെ ബ്രഹ്മത്തിൽ വസിക്കുന്ന അച്ഛന്റെ ഓർമ്മയുണ്ടായിരുന്നു. ആ അച്ഛനെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇനി എന്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ്? അഥവാ എന്തെങ്കിലും അസുഖമാണെങ്കിലും നിങ്ങൾ പറയും സുഖമാണ്. ഈശ്വരന്റെ കുട്ടികൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല. ബാബ നോക്കുമ്പോൾ ഇവരിൽ മായയുടെ യുദ്ധം നടന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ ബാബ ചോദിക്കും, കുട്ടികളെ സുഖമാണോ? സന്തുഷ്ടരല്ലേ? ഓം ശാന്തി. ബാബ മനസ്സിലാക്കുന്നു, കുട്ടികളുടെ ബുദ്ധിയിൽ തീർച്ചയായും ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, പിന്നെ സുപ്രീം ഗുരുവും കൂടിയാണ് എന്നതുണ്ടാകും. തീർച്ചയായും ഈ ഓർമ്മ ഉണ്ടാകും. ഈ ഓർമ്മ ആർക്കും ഒരിക്കലും പഠിപ്പിക്കാൻ സാധിക്കില്ല. കൽപ്പകൽപ്പം ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ബാബ ജ്ഞാനസാഗരനും പതിത പാവനനുമാണ്. ഇത് ഇപ്പോഴാണ്, അതായത് ജ്ഞാനത്തിന്റെ നേത്രവും ദിവ്യ ബുദ്ധിയും ലഭിക്കുമ്പോഴാണ് മനസ്സിലാക്കി തരുന്നത്. കുട്ടികൾ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷെ അച്ഛനെ തന്നെ മറന്നുപോയാൽ പിന്നെ ടീച്ചറെയും ഗുരുവിനെയും എങ്ങനെ ഓർമ്മ വരാനാണ്? മായ വളരെ ശക്തിശാലിയാണ്. അത് ബാബയുടെ 3 രൂപങ്ങളെ തന്നെ മറപ്പിക്കും. ഞങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്നു. ഓരോ ചുവടിലും കോടികളുണ്ട് എന്നിരിക്കലും. പക്ഷെ തോറ്റുപോയാൽ എങ്ങനെ കോടികൾ ഉണ്ടാകും? ദേവതകൾക്കാണ് കോടികളുടെ അടയാളങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് ഈശ്വരന്റെ പഠിപ്പാണ്. മനുഷ്യന്റെ പഠിപ്പ് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ദേവതകളുടെ മഹിമ പാടുന്നുണ്ട്. പക്ഷെ ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ബാബയാണ്. ബാക്കി അവരുടെ മഹിമ എന്താണ്? ഇന്ന് ദാരിദ്ര്യം, നാളെ രാജ്യപദവി. ഇപ്പോൾ നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് ഇതായി മാറുകയാണ്. അറിയാമോ, ഒരുപാട് പേർ ഈ പുരുഷാർത്ഥത്തിൽ തോറ്റുപോകുന്നുണ്ട്. ജ്ഞാനം വളരെ സഹജമാണ്. എന്നിട്ടും കുറച്ചു പേരെ വിജയിക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? മായ ഇടയ്ക്കിടെ മറപ്പിക്കുന്നു. ബാബ പറയുന്നു, തന്റെ ചാർട്ട് വെക്കൂ. പക്ഷേ എഴുതാൻ പറ്റുന്നില്ല. ഏതുവരെ ഇരുന്ന് എഴുതും? അഥവാ എഴുതുകയാണെങ്കിലും ചിലപ്പോൾ ഉയർന്നതായിരിക്കും, ചിലപ്പോൾ താഴ്ന്നതായിരിക്കും. ആരാണോ ഓരോ ചുവടിലും ശ്രീമതം അനുസരിച്ച് നടക്കുന്നത് അവരുടേതാണ് ഏറ്റവും ഉയർന്ന ചാർട്ട്. ബാബയാണെങ്കിൽ മനസ്സിലാക്കും, ഈ പാവങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടാകും. ഇല്ലെങ്കിൽ ശ്രീമതം പ്രാവർത്തികമാക്കണം. 1-2% ബുദ്ധിമുട്ടി എഴുതുന്നു. ശ്രീമതത്തോട് അത്രയ്ക്ക് ബഹുമാനമില്ല. മുരളി ലഭിക്കുന്നുണ്ട്, എന്നിട്ടും പഠിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ തീർച്ചയായും തോന്നുന്നുണ്ടാകും, ബാബ പറയുന്നതെല്ലാം സത്യമാണ്. ഞങ്ങൾ മുരളി പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് പഠിപ്പിക്കാനാണ്? ബാബ പറയുന്നു, എന്നെ ഓർമ്മിച്ച് സ്വർഗത്തിന്റെ അധികാരി ആകൂ. ഇതിൽ അച്ഛനും വന്നു, പഠിപ്പിക്കുന്ന ആളും വന്നു, സദ്ഗതി ദാതാവും വന്നു. കുറഞ്ഞ വാക്കുകളിൽ മുഴുവൻ ജ്ഞാനവും വരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നത് ഇത് റിവൈസ് ചെയ്യാനാണ്. തീർച്ചയായും ബാബയും
ഇതാണ് മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ മറന്നുപോയെന്ന് നിങ്ങൾ സ്വയം പറയുന്നു. അതിനാൽ ഇവിടെ വരുന്നത് റിവൈസ് ചെയ്യാനാണ്. തീർച്ചയായും ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് റിവൈസ് ആകുന്നില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ ഉപായം കൊണ്ട് എന്താവാനാണ്? ഉപായം ചെയ്യിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ഇതിലാർക്കും പ്രത്യേക പരിഗണന നൽകാൻ സാധിക്കില്ല. ആ പഠിപ്പിലാണെങ്കിൽ അധികം പഠിപ്പിക്കാനായി പ്രത്യേക ടീച്ചറെ വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി എല്ലാവരെയും ഏകരസമായി പഠിപ്പിക്കുന്നു. ഓരോരുത്തരെയായി ഏതുവരെ പഠിപ്പിക്കും? എത്രയധികം കുട്ടികളാണ്? ആ പഠിപ്പിൽ ഏതെങ്കിലും വലിയ വ്യക്തിയുടെ കുട്ടിയുണ്ടെങ്കിൽ ഓഫർ ചെയ്താൽ അവർക്ക് അധികമായി പഠിപ്പിക്കുകയും ചെയ്യും. ടീച്ചർക്ക് ഇവരിൽ ഉത്സാഹമില്ല എന്നറിയാം. അതിനാൽ പഠിപ്പിച്ച് സ്കോളർഷിപ്പിന് യോഗ്യരാക്കി മാറ്റുന്നു. ഈ ടീച്ചർ അങ്ങനെ ചെയ്യുന്നില്ല. ബാബ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. അധികം പുരുഷാർത്ഥം അർത്ഥം ടീച്ചർ കുറച്ച് കൃപ കാണിക്കുന്നു എന്നായി. അതിനായി പൈസയും വാങ്ങുന്നു. പ്രത്യേക സമയം കണ്ടെത്തി പഠിപ്പിക്കുന്നു. അതിനാൽ അവർ കൂടുതൽ പഠിച്ച് സമർത്ഥരാകുന്നു. ബാബയാണെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ മഹാമന്ത്രമാണ് നൽകുന്നത്, മന്മന ഭവ. അത്രേയുള്ളൂ. ബാബ തന്നെയാണ് ഒരേ ഒരു പതീത പാവനൻ. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നമ്മൾ പാവനമായി മാറുന്നത്. അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. എത്രത്തോളം ഓർമ്മിക്കുന്നു അത്രയും പാവനമായി മാറും. ഓരോരുത്തരുടെയും പുരുഷാർത്ഥമാണ് എല്ലാത്തിന്റെയും ആധാരം. അവരാണെങ്കിൽ തീർത്ഥസ്ഥാനങ്ങളിൽ തീർത്ഥാടനം നടത്തുന്നു. മറ്റുള്ളവരെ കണ്ടിട്ടാണ് പോകുന്നത്. നിങ്ങൾ കുട്ടികളും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തുണ്ടായി? താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. യാത്ര എന്തിനു വേണ്ടിയാണ്? ഇതിലൂടെ എന്ത് ലഭിക്കും? ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടേത് ഓർമ്മയുടെ യാത്രയാണ്. ഒരേ ഒരു വാക്കേയുള്ളൂ, മന്മനാഭവ. ഇത് നിങ്ങളുടെ അനാദി യാത്രയാണ്. അവരും പറയുന്നുണ്ട്, നമ്മൾ അനാദി കാലമായി യാത്ര നടത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനമുള്ളതിനാൽ പറയുന്നു, നമ്മൾ ഈ യാത്ര കൽപ്പകൽപ്പം ചെയ്യുന്നു. ഈ യാത്ര ബാബ സ്വയം വന്ന് പഠിപ്പിക്കുകയാണ്. ആ യാത്രകളിൽ എത്ര ക്ഷീണിക്കുന്നു, എത്ര ബഹളമുണ്ടാകും. ഈ യാത്ര പൂർണമായും സൈലൻസിന്റേതാണ്. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. ഇതിലൂടെയേ പാവനമാകൂ. നിങ്ങൾക്ക് ബാബ ഈ സത്യമായ ആത്മീയ യാത്ര പഠിപ്പിച്ചു തന്നു. ആ യാത്രകൾ നിങ്ങൾ ജന്മജന്മാന്തരം ചെയ്തു വന്നതാണ്. എന്നിട്ടും പാടുന്നു, 4 പാടും ചുറ്റിക്കറങ്ങി. എന്നിട്ടും ഭഗവാനിൽ നിന്ന് ദൂരെ തന്നെ ആയിരുന്നു. യാത്ര കഴിഞ്ഞു വന്ന് വീണ്ടും വികാരങ്ങളിൽ വീണുപോകുകയാണെങ്കിൽ അതിലെന്താണ് പ്രയോജനം? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്, ഇപ്പോഴാണ് ബാബ വന്നിരിക്കുന്നത് എന്നറിയാം. ബാബ വന്നിട്ടുണ്ട് എന്നത് ഒരു ദിവസം എല്ലാവരും അറിയും. ഭഗവാനെ അവസാനം എവിടെ വെച്ച് കാണും? ഇതാർക്കും അറിയില്ല. ചിലർ പട്ടിയിലും പൂച്ചയിലും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. എന്താ ഇതിലെല്ലാത്തിലും നിന്നും ഭഗവാനെ ലഭിക്കുമോ? എത്ര വലിയ കള്ളമാണ്! കഴിക്കുന്നതും അസത്യം, കുടിക്കുന്നതും അസത്യം, രാത്രി ചിലവഴിക്കുന്നതും അസത്യത്തിൽ. അതിനാൽ ഇത് അസത്യഖണ്ഡമാണ്. സത്യഖണ്ഡം എന്ന് സ്വർഗത്തെയാണ് പറയുന്നത്. ഭാരതം തന്നെയായിരുന്നു സ്വർഗം. സ്വർഗത്തിൽ മുഴുവൻ ഭാരതവാസികളായിരുന്നു. ഇന്ന് അതേ ഭാരതവാസികൾ നരകത്തിലാണ്. ഇത് നിങ്ങൾ മധുരമധുരമായ കുട്ടികൾക്കറിയാവുന്നതാണ്.
നമ്മൾ ബാബയിൽ നിന്നും ശ്രീമതം എടുത്ത് വീണ്ടും ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുകയാണ്. ആ സമയത്ത് ഭാരതത്തിൽ വേറെ ആരും ഉണ്ടാകില്ല. മുഴുവൻ വിശ്വവും പവിത്രമായി മാറും. ഇപ്പോഴാണെങ്കിൽ എത്രയധികം ധർമ്മങ്ങളാണ്. ബാബ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനം കേൾപ്പിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും സ്മൃതി ഉണർത്തുന്നു. നിങ്ങൾ തന്നെയായിരുന്നു ദേവതകൾ. പിന്നീട് നിങ്ങൾ വൈശ്യനും ശൂദ്രനുമായി മാറി. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുന്നു. ഈ വാക്കുകൾ സന്യാസിമാരിലൂടെയോ വിദ്വാൻമാരിലൂടെയോ കേട്ടിട്ടുണ്ടോ? ഈ ഹംസോ എന്നതിന്റെ അർത്ഥം ബാബ എത്ര സഹജമായി മനസ്സിലാക്കി തരുന്നു. ഹംസോ അർത്ഥം ഞാൻ ആത്മാവാണ്. നമ്മൾ ആത്മാക്കൾ ഇങ്ങനെ ചക്രത്തിൽ കറങ്ങുന്നു. അവർ പറയുന്നത് നമ്മൾ ആത്മാക്കൾ തന്നെയാണ് പരമാത്മാവ്, പരമാത്മാവ് തന്നെയാണ് നമ്മൾ ആത്മാക്കൾ എന്നാണ്. ഹംസോ എന്നതിന്റെ അർത്ഥം അറിയുന്ന ഒരാൾ പോലുമില്ല. ബാബ പറയുന്നു, ഈ ഹംസോ എന്ന മന്ത്രം സദാ ബുദ്ധിയിൽ ഓർമ്മ വേണം. ഇല്ലെങ്കിൽ എങ്ങനെ ചക്രവർത്തി രാജാവായി മാറും? അവരാണെങ്കിൽ 84ന്റെ അർത്ഥവും അറിയുന്നില്ല. ഭാരതത്തിന്റെ ഉയർച്ച താഴ്ചയെക്കുറിച്ചാണ് പാടിയിരിക്കുന്നത്. സതോ പ്രധാനം, സതോ രജോ തമോ, സൂര്യവംശി, ചന്ദ്രവംശി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം മനസ്സിലായി. ഒരേ ഒരു ബീജരൂപനായ ബാബയെ തന്നെയാണ് ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. ബാബ ഈ സൃഷ്ടി ചക്രത്തിൽ വരുന്നില്ല. നമ്മൾ ആത്മാക്കൾ തന്നെ പരമാത്മാവായി മാറുന്നു. അങ്ങനെയല്ല, ബാബ തനിക്ക് സമാനം നോളജ് ഫുള്ളാക്കി മാറ്റുന്നു. തനിക്ക് സമാനം ഭഗവാനാക്കിയല്ല മാറ്റുന്നത്. ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കണം. എങ്കിലേ ബുദ്ധിയിൽ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് 84ന്റെ ചക്രത്തിൽ വരുന്നത്. ഇതിൽ സമയം, വർണ്ണം, വംശാവലി എല്ലാം വരുന്നു. ഈ ജ്ഞാനത്തിലൂടെയാണ് ഉയർന്നതിലും ഉയർന്നതായി മാറുന്നത്. ജ്ഞാനമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും നൽകും. ആ സ്കൂളിൽ പരീക്ഷ സമയത്ത് പേപ്പറിൽ എഴുതുന്നു. പേപ്പർ വിദേശത്തു നിന്നാണ് വരുന്നത്. ആരാണോ വിദേശത്ത് പഠിച്ചത് അവരിലും വലിയ വിദ്യാഭ്യാസ മന്ത്രി മുതലായവർ ഉണ്ടാകും. അവർ പേപ്പർ പരിശോധിക്കും. ഇവിടെ നിങ്ങളുടെ പേപ്പറിന്റെ പരിശോധന നടത്തുന്നത് ആരാണ്? നിങ്ങൾ സ്വയം ചെയ്യും. സ്വയം എന്താഗ്രഹിക്കുന്നോ അതായി മാറൂ. ബാബയിൽ നിന്ന് ഏത് പദവി വേണോ അത് പഠിച്ചു നേടൂ. എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ, മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നുവോ അത്രയും ഫലം ലഭിക്കും. അവർക്ക് സേവനം ചെയ്യുന്നതിനുള്ള ചിന്തയും ഉണ്ടാകും. അതായത് രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പ്രജകളും വേണമല്ലോ. അവിടെ മന്ത്രിയുടെ ആവശ്യം ഉണ്ടാകില്ല. ഇവിടെ എപ്പോൾ വിവേകം കുറയുന്നുവോ അപ്പോഴാണ് മന്ത്രിയുടെ ആവശ്യം ഉണ്ടാകുന്നത്. ഇവിടെ ബാബയുടെ അടുത്തേക്ക് ഉപദേശം നേടാൻ വരും. ബാബ, പൈസയുണ്ട്, എന്ത് ചെയ്യും? എന്ത് ജോലി ചെയ്യണം? ബാബ പറയുന്നു, ഈ ലോകത്തിലെ ജോലി, കാര്യങ്ങൾ എന്നിവ ഇവിടെ കൊണ്ടുവരരുത്. ആരെങ്കിലും നൈരാശ്യം ബാധിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ആശ്വാസം നൽകാനായി പറയുന്നു. പക്ഷേ ഇതെന്റെ ജോലിയല്ല. എന്റെ ജോലി നിങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റി വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുക എന്നതാണ്. നിങ്ങൾക്കെപ്പോഴും ബാബയിൽ നിന്ന് ശ്രീമതം എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എല്ലാവരുടെയും ആസുരീയ മതമാണ്. അത് സുഖധാമമാണ്. അവിടെ ആരും നിങ്ങൾക്ക് സുഖമാണോ സൗഖ്യമാണോ എന്നൊന്നും ചോദിക്കില്ല. ഈ ചോദ്യം ഇവിടെ മാത്രമാണ് ചോദിക്കുന്നത്. അവിടെ ഈ ചോദ്യമേ ഉണ്ടാകില്ല. ദുഃഖധാമത്തിലെ ഒരു വാക്കും
അവിടെ ഉണ്ടാകില്ല. പക്ഷെ ബാബയ്ക്കറിയാം, കുട്ടികളിൽ മായയുടെ പ്രവേശത ഉണ്ടാകുന്നത് കാരണം ബാബയ്ക്ക് ചോദിക്കാൻ കഴിയും, എല്ലാം ശരിയല്ലേ, സുഖമാണോ? മനുഷ്യർക്ക് ഇവിടെയുള്ള വാക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും മനുഷ്യർ ചോദിക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും, ഞങ്ങൾ ഈശ്വരന്റെ കുട്ടികളാണ്, ഞങ്ങളോട് എന്ത് വിശേഷം ചോദിക്കാനാണ് എന്ന്. മുകളിൽ ബ്രഹ്മത്തിൽ വസിക്കുന്ന അച്ഛനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ അവരെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചിന്തിക്കാൻ എന്തുണ്ട്? ഇത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അവിടെ ദേവതകൾക്കും ഒരു ചിന്തയുമില്ല. ദേവതകളുടെയും മുകളിലാണ് ഈശ്വരൻ. എങ്കിൽ ഈശ്വരന്റെ കുട്ടികൾക്ക് എന്ത് ചിന്ത ഉണ്ടാകാനാണ്? ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ബാബ നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ നമുക്ക് കിരീടം ചൂടിത്തരുന്നു. ഇതിനെ ഇംഗ്ലീഷിൽ ക്രൗൺ പ്രിൻസ് എന്നാണ് പറയുക. അച്ഛന്റെ കിരീടം കുട്ടി ധരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സത്യുഗത്തിൽ സുഖം തന്നെ സുഖമാണ്. എപ്പോഴാണോ അവിടേക്ക് പോകുന്നത് അപ്പോഴേ ആ സുഖം പ്രാക്ടിക്കലിൽ അനുഭവിക്കാൻ സാധിക്കൂ. അത് നിങ്ങൾക്കേ അറിയൂ. സത്യുഗത്തിൽ എന്തെല്ലാം ഉണ്ടാകും? ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ എവിടേക്ക് പോകും? ഇപ്പോൾ പ്രാക്ടിക്കലി ബാബ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യമായും സ്വർഗത്തിലേക്ക് പോകും. ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയി എന്നെല്ലാം പറയും. പക്ഷേ സ്വർഗം നരകം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്നത് അവർക്കറിയില്ല. കൽപ്പത്തിന്റെ ആയുസ്സിനെ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഈ ജ്ഞാനം കേട്ട് താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് എവിടെ വന്നു വീണു എന്ന് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. സത്യുഗം മുതൽ വീണുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എത്തിയിരിക്കുന്നു. കൽപ്പകൽപ്പം ബാബ പഠിപ്പിക്കാനായി വരുന്നുണ്ട്. ബാബയുടെ കൂടെയല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? നമുക്ക് മുക്തി, ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു തരുന്ന നമ്മുടെ സത്യമായ സദ്ഗുരു ഇവർ തന്നെയാണ്. എങ്ങനെയാണോ ബ്രഹ്മബാബ പഠിക്കുന്നത് അതുപോലെ ബ്രഹ്മബാബയെ നോക്കി നിങ്ങൾ കുട്ടികളും പഠിക്കുന്നു. ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ചു വെക്കണം. മനസ്സാ വാച കർമ്മണ വളരെ ശുദ്ധമായിരിക്കണം. ഉള്ളിലൊരു അഴുക്കും ഉണ്ടാകരുത്. ബാബയെ മിനിറ്റിന് കുട്ടികൾ മറന്നു പോകുന്നുണ്ട്. ബാബയെ മറക്കുന്നതിനാൽ ബാബ പഠിപ്പിച്ചതും മറക്കുന്നു. നമ്മൾ വിദ്യാർത്ഥികളാണ് എന്ന കാര്യം പോലും മറന്നു പോകുന്നു. പക്ഷെ വളരെ സഹജമാണ്. ബാബയുടെ ഓർമ്മയിൽ തന്നെയാണ് അത്ഭുതകരമായ കാര്യമുള്ളത്. ഇങ്ങനെയുള്ള അത്ഭുത കൃത്യം വേറെ ഒരച്ഛനും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. ഈ അത്ഭുത കൃത്യത്തിലൂടെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവബാബ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ആ ധർമ്മമാണ് സത്യത്രേതായുഗങ്ങളിൽ പകുതി കൽപ്പം നടക്കുന്നത്. പിന്നീട് മറ്റുള്ള ധർമ്മത്തിലുള്ളവർ വൃദ്ധി നേടുന്നു. എങ്ങനെയാണോ ക്രിസ്തു വന്നത് അതിനു മുൻപ് വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോൾ വളരെയധികം ആളുകളാകുന്നുവോ അപ്പോഴേ രാജ്യം ഭരിക്കാൻ പറ്റൂ. ക്രിസ്ത്യൻ ധർമ്മം ഇപ്പോഴുമുണ്ട്. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയാം, ക്രിസ്തുവിലൂടെയാണ് അവർ ക്രിസ്ത്യനായി മാറിയത്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു വന്നിരുന്നു. ഇപ്പോൾ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ പറയും, ഞങ്ങൾ ക്രിസ്തുവിന്റേതാണ്. ആദ്യം ഒരു ക്രിസ്തു വന്നു, പിന്നീട് അവരുടെ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നു. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1 നിന്ന് 2, 2 നിന്നും 4, പിന്നീട് ഇങ്ങനെ വൃദ്ധി ഉണ്ടാകുന്നു.
ഇപ്പോൾ നോക്കൂ, ക്രിസ്ത്യൻസിന്റെ വൃക്ഷം എത്ര വലുതായി. അടിത്തറ ദേവീ ദേവതാ ധർമ്മമാണ്. അതിനാലാണ് ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. പക്ഷെ ഭാരതവാസികൾ നമ്മൾ പരംപിത പരമാത്മാവിന്റെ നേരിട്ടുള്ള കുട്ടികളാണ് എന്ന കാര്യം മറന്നുപോയി. ക്രിസ്ത്യൻസും മനസ്സിലാക്കുന്നുണ്ട്, ആദിദേവൻ വന്നിട്ടു പോയതാണ്. അവരിൽ നിന്നാണ് മനുഷ്യവംശാവലി ഉണ്ടായത്. ബാക്കി അവർ അംഗീകരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ക്രിസ്തുവിനെയും ബുദ്ധനെയുമൊക്കെ ഫാദർ എന്ന് കരുതുന്നു. ശാഖയല്ലേ? എങ്ങനെയാണോ ക്രിസ്തുവിന്റെ ഓർമ്മചിഹ്നം ക്രിസ്ത്യൻ ദേശത്തുള്ളത്, അതുപോലെ നിങ്ങൾ കുട്ടികൾ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ഓർമ്മചിഹ്നവും ഇവിടെ, അതായത് ആബുവിൽ ഉണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പൂർണ്ണ സൈലൻസിന്റെ സത്യമായ ആത്മീയ യാത്ര നടത്തണം. ഹംസോ എന്ന മന്ത്രം സദാ ഓർമ്മ വയ്ക്കണം. അപ്പോഴേ ചക്രവർത്തി രാജാവായി മാറുകയുള്ളൂ. 2. മനസ്സാ വാച കർമ്മണ വളരെ ശുദ്ധമായിരിക്കണം. ഉള്ളിലൊരഴുക്കും ഉണ്ടാകരുത്. ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വെക്കണം. ശ്രീമതത്തെ ബഹുമാനിക്കണം. വരദാനം: വിനയം എന്ന ഗുണം ധാരണ ചെയ്ത് ഏവർക്കും സുഖം നൽകുന്ന സുഖദേവനും സുഖസ്വരൂപവുമായി ഭവിക്കട്ടെ. വിനയം താങ്കൾ മഹാൻ ആത്മാക്കളുടെ ലക്ഷണമാണ്. എത്രത്തോളം വിനയമുള്ളവരായി മാറുന്നുവോ അത്രത്തോളം ആദരവ് സർവരിൽ നിന്നും പ്രാപ്തമാകും. വിനയമുള്ളവർ എല്ലാവർക്കും സുഖം നൽകും. അവരെവിടെ പോയാലും എന്തു ചെയ്താലും അത് സുഖം നൽകുന്നതിനായി മാറും. അതിനാൽ ആര് സംബന്ധ സമ്പർക്കത്തിൽ വരികയാണെങ്കിലും അവർ സുഖം അനുഭവം ചെയ്യണം. ഇതിനാലാണ് താങ്കൾ ബ്രാഹ്മണ ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾ സുഖസാഗരന്റെ മക്കൾ, സുഖസ്വരൂപരും സുഖദേവന്മാരുമാണ് എന്ന് പാടാറുള്ളത്. അതിനാൽ എല്ലാവർക്കും സുഖം നൽകുകയും എല്ലാവരിൽ നിന്നും സുഖം എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കൂ. ആരെങ്കിലും താങ്കൾക്ക് ദുഃഖം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കരുത്. സ്ലോഗൻ: ആത്മാഭിമാനികളായി ഇരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനികൾ. ഓം ശാന്തി.